അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ മറ്റൊരു വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ, റമളാനിലെ വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ പരിഗണിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും നന്മകളാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം നമുക്ക് ഇതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഇത് നമ്മുടെ അവസാന അവസരമാണ് എന്നുള്ള ബോധമാണ് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ ഒരു വിഷയം ഇതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇനിയൊരു അവസരം നമുക്ക് റബ്ബ് ഇതുപോലെ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാന അവസരമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ നമ്മൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. നിങ്ങളത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ഇന്ന് മഗ്‌രിബോടുകൂടെ നിങ്ങൾ ചൊല്ലാനും ചെയ്യാനും വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ച ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ വിശുദ്ധ റമളാനിലെ വളരെ പവിത്രമേറിയൊരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അതിലേക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും മജ്‌ലിസിൽ വെച്ച് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു 50 പേരുടെ 20 പേരുടെ 30 പേരുടെയൊക്കെ നോമ്പ് തുറ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ റമളാനിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുണ്യകരമായൊരു കർമ്മമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലത്താണ് ഇങ്ങനെ അതിനെ ഇത്രമേൽ പരിഗണിക്കാതെ, ഇത്രമേൽ പരിഗണനയൊന്നും ഇല്ലാതെ കടന്നുപോയൊരു സാഹചര്യം ഉണ്ടായത്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറയുന്നത് പരിഗണിക്കേണ്ട സമയമാണ്, പരിഗണിക്കേണ്ട ദിവസങ്ങളാണ്, രാത്രികളാണ്, പകലുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വസൂരികളൊക്കെ ഇപ്പോൾ ഇസ്ലാമിക ആത്മീയ കലാലയങ്ങൾ, മദ്രസ, അതേപോലെ തന്നെ ദഅ്വ കോളേജുകൾ, അറബിക് കോളേജുകൾ, ദർസുകൾ ഇതിനൊക്കെ വ്യാഴാഴ്ച ഉച്ച മുതൽ തന്നെ ലീവാണ്. എന്തുകൊണ്ടാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാവാൻ കാരണം? വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവ് കൊടുത്താൽ വെള്ളിയാഴ്ച രാവ് മഗ്‌രിബോട് കൂടെയാണ് ആരംഭിക്കുന്നത്. അറബിക് കലണ്ടർ പ്രകാരം ദിവസം ആരംഭിക്കുന്നത് മഗ്‌രിബോട് കൂടെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടെയാണ്. അപ്പോൾ വ്യാഴാഴ്ച മഗ്‌രിബിന് നല്ല ശുദ്ധിയോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ തയ്യാറാകാനും തുടങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച മഗ്‌രിബോട് കൂടെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ച ഉച്ച മുതലേ ലീവ് കൊടുക്കാൻ തന്നെ കാരണം. അപ്പോൾ നമ്മളത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച മഗ്‌രിബിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി. നമ്മൾ നഖങ്ങൾ മുറിച്ച് മുടിയും താടിയൊക്കെ ശരിയാക്കി ശുദ്ധിയാക്കേണ്ട ഭാഗങ്ങളൊക്കെ ശുദ്ധിയാക്കി ആ വ്യാഴാഴ്ച മഗ്‌രിബിനെ അങ്ങ് സ്വാഗതം ചെയ്യണം. പ്രത്യേകിച്ച് റമളാനിലെ വെള്ളിയാഴ്ച രാവ് കൂടെയാണല്ലോ. എന്നിട്ട് മഗ്‌രിബോട് കൂടെ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെയാണ് സമയം. അപ്പോൾ വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെയുള്ള സമയം ഹയാത്താക്കണം. എന്തുകൊണ്ടൊക്കെ ഹയാത്താക്കണം? അതാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ഓതേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓതുക. ഇപ്പോൾ സൂറത്തു യാസീൻ, സൂറത്തു സജദ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് ഓതേണ്ട സൂറത്തുൽ കഹ്ഫ്, ഇതൊരു കാരണവശാലും ഒഴിവാക്കാതെ അത് ഓതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇത് വിശുദ്ധ റമളാനിൻ്റെ മഗ്‌ഫിറത്തിൻ്റെ 10 അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലണം.
ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിൽ വളരെ പവിത്രമേറിയതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതറിയാവുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മജ്‌ലിസുകളിൽ വെച്ച് രാവിലെ നടക്കുന്ന വിർദുൽ ലത്തീഫിൽ നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ രാജകീയ സ്ഥാനം അലങ്കരിക്കുന്നതാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ കാരണമാകും. പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിലും കൂടെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടാൻ കാരണമാകും. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നന്നായിട്ട് പരിഗണിച്ച് തന്നെ നിങ്ങൾ ഓതണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്തിഗ്ഫാർ പറ്റുമെങ്കിൽ 1000 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ചൊല്ല്. രണ്ടാമത്തേതാണ് നമ്മൾ അഫ്ളൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ പദം അത് കൃത്യമായിട്ട് ചൊല്ലുക. അതെത്രയാണോ ചൊല്ലാൻ പറ്റുക അത്രയും ചൊല്ലാം. അതിന് മഹാന്മാരുടെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ ജപമാല ഉണ്ടാകും, തസ്ബീഹ് മാല. അതവരിങ്ങനെ പിടിച്ച് ഉറങ്ങുന്ന സമയത്ത് അതും പിടിച്ചാണ് കിടക്കുക. എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ അതിങ്ങനെ ആ ജപമാല ഇങ്ങനെ മറിച്ച് മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ, ഞാനൊക്കെ അങ്ങനെയുള്ള ചില സൂഫിയാക്കളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരെ വിശ്രമത്തിലാകുന്നു. നമ്മൾ നോക്കുമ്പോൾ കാണാം അവരെ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ്. അവർ ഉറങ്ങുന്ന ഉറക്കത്തിൽ അവരെ തസ്ബീഹ് മാല ഉണ്ടാകും കയ്യിൽ. ഒരു വല്ലാത്തൊരനുഭൂതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ സമയത്താണ് അവരുടെ റൂഹിനെ പിടിക്കാനുള്ളൊരു ഖളാ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ ആഖിബത്തിനെക്കുറിച്ചും അവരുടെ പാരത്രിക ലോക ജീവിതത്തിനെക്കുറിച്ചും ആലോചിച്ച് നോക്കേണ്ടതുണ്ടോ? പിന്നെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് ധാരാളമായിട്ട് ചൊല്ലേണ്ടതാണ്. മറ്റൊന്നാണ്, നമ്മൾ ഒരു ഇനം കർമ്മങ്ങൾ ഒഴിവാക്കരുത്. അപ്പോൾ സ്വതക്ക ചെയ്യണം. വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യൽ പ്രത്യേകം സുന്നത്തായിട്ട് മഹത്തുക്കൾ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഫിഖീൻ്റെ കിതാബുകളിലൊക്കെ അത് കാണാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അത് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ പാരായണം ചെയ്യേണ്ടതാണ്. സൂറത്തുൽ കഹ്ഫ് എത്ര തവണയാണ് പാരായണം ചെയ്യേണ്ടത്? അത് ചുരുങ്ങിയതിന് 3 തവണയെങ്കിലും പാരായണം ചെയ്യുക. അതിൻ്റെ രൂപം എങ്ങനെയാ വെച്ചാൽ, വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഒന്ന് ഓതുക, വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ഒന്ന് ഓതുക, വെള്ളിയാഴ്ച ളുഹറിൻ്റെ ജുമുഅക്ക് മുമ്പ് ഒന്ന് ഓതുക. ഇങ്ങനെ നമുക്ക് ഓതാവുന്നതാണ് 3 തവണയെങ്കിലും. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച പകലിലെ ളുഹാ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധികൾക്കും ഓരോ കിണപ്പുകൾക്കും ജോയിൻറ്റുകൾക്കും നമ്മൾ സ്വതക്ക നിർവഹിക്കപ്പെടുന്നത് പോലെയാണ് നമ്മൾ ഈ ളുഹാ നിസ്കരിക്കുമ്പോൾ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ പവിത്രമേറിയ ടൈമാണ്. ചില നാടുകളിലൊക്കെ ഹൗസ് വാമിങ് നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ടൈം കൂടെയാണത്. അതിൻ്റെ റീസൺ തന്നെ ആ ടൈം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈമായി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരണം, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അത് ഹയാത്താക്കുക. വെള്ളിയാഴ്ച പ്രഭാതത്തിലുള്ള നമ്മൾ അത്താഴത്തിൻ്റെ മുമ്പ് എന്തായാലും എണീക്കും. ആ സമയത്തുള്ള തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. പരിശുദ്ധമായ റമളാൻ ഷരീഫാണ്. ഇത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. റമളാനാവുമ്പോൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ടതാണ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്നുള്ളതല്ലേ. അത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അത് കുറേ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊന്നാണ്, അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അപ്പോൾ ഔസത്തുഹു മഗ്ഫിറ, സെൻറ്ററിലെ 10 എന്ന് പറയുന്നത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അള്ളാഹു നമ്മളൊക്കെ ദോഷങ്ങളുള്ളവരാണ് അല്ലേ. പാപമുക്തമായിട്ടാണ് നമ്മൾ വിട പറയേണ്ടത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടണം. അതിന് അള്ളാഹിനോട് ചോദിക്കണം. ദോഷങ്ങൾ പുറത്തിട്ടില്ലെങ്കിലോ, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മളൊക്കെ ഖാസിരീങ്ങളിൽ പെട്ടുപോകും. അപ്പോൾ ദോഷങ്ങൾ പുറത്തിട്ടാൻ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു 100 ആളുകളെ കൊന്നവർക്ക്, വലിയ വലിയ പാപങ്ങൾ ചെയ്തവർക്ക്, 5 പെൺമക്കളെ കുഴിച്ചു മൂടിയ സ്വഹാബി വര്യന്, വ്യഭിചാരം നടത്തിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അധർമ്മത്തിലും അക്രമത്തിലും അനാചാരത്തിലും തെമ്മാടിത്തരത്തിലും നടന്നിരുന്ന
കുടിച്ചും കൂത്താട്ടിയും നടന്നിരുന്ന എത്രയോ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അത്രമേൽ വലിയ 100 ആളുകൾ നമ്മളെ കൊന്നിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു ദയാലുവാണ്. നമുക്ക് ചോദിക്കാനുള്ളൊരു അർഹതയും അധികാരവും അവകാശമൊന്നുമില്ല. പക്ഷേ അല്ലാഹുമ്മ മഗ്ഫിറത്തുക ഔസഉ മിൻ ദുനൂബിനാ വറഹ്മത്തുക അർജഅ ഇൻദനാ, നമ്മുടെ അടുക്കലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മുടെ പാപങ്ങളെക്കാൾ വിശാലമാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുക എന്നുള്ളത് അത് നമ്മൾ ചെയ്ത ദോഷങ്ങളെക്കാൾ വിശാലമാണ് ആ ഒരു സംഗതി. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് ചോദിക്കാനുള്ള സമയമാണ്. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.